വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കുറച്ച് ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. PSC ചോദിച്ചിട്ടുള്ള ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. The space left between the margin and the start of a paragraph is called. എന്താ അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി. ദ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ മാർജിൻ ആൻഡ് പാരഗ്രാഫ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതൊരു കോളം ആണ്. ദെൻ ഇവിടെ നമ്മൾ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മളിവിടെ സ്പേസ് ഇങ്ങനെ വിടുന്നു. ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സ്പേസിംഗ്, ഓപ്ഷൻ ബി ഗട്ടർ, ഓപ്ഷൻ സി ഇൻഡന്റേഷൻ ആൻഡ് ഓപ്ഷൻ ഡി അലൈൻമെന്റ്. ഇതിൽ ഏതാണ് വരുന്നത്? നമ്മുടെ ആൻസർ ഏതായിട്ട് വരുവടാ? നമ്മുടെ ആൻസർ സി ആണ് അല്ലേ, ഇൻഡന്റേഷൻ ആണ്. ഇൻഡന്റേഷൻ ആണ് നമ്മുടെ ആൻസർ അല്ലേ. മാർജിനും പാരഗ്രാഫിനും ഇടയിലുള്ള സ്പേസിനെ പറയുന്ന പേരാണ് ഇൻഡന്റേഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. ഗട്ടർ മാർജിൻ അപ്പൊ എന്താ? ബൈൻഡിങ് സൈഡിൽ അല്ലെ, ലെഫ്റ്റ് അല്ലെങ്കിൽ ടോപ്പ്. നമ്മൾ ഒരു ബുക്ക് ബൈൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസ് ആണ് എന്ന് പറയുന്നത് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ലെഫ്റ്റ് കുറച്ച് സ്പേസ്, അഡീഷണൽ സ്പേസ് വിടും. എന്താണെങ്കിൽ ടോപ്പിലാണ് ബൈൻഡ് ചെയ്യുന്നത്, ആ ടോപ്പിൽ കുറച്ച് ബൈൻഡിങ് സ്പേസ് വിടുന്നുണ്ട്. ആ ഭാഗത്തിനാണ് ഗട്ടർ മാർജിൻ എന്ന് നമ്മൾ പറയുന്നത്. സ്പേസിംഗ്, നോർമൽ സ്പേസിംഗ്. ദെൻ അലൈൻമെന്റ് അറിയാലോ, ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ജസ്റ്റിഫൈ എന്ന് പറയുന്നതാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While typing the key, colon and semicolon, the fingers we usually used അല്ലേ. സെമികോളൻ അല്ലെങ്കിൽ കോളൻ ടൈപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫിംഗർ ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ഇൻഡെക്സ് ഫിംഗർ, ഓപ്ഷൻ ബി മിഡിൽ ഫിംഗർ, ഓപ്ഷൻ സി റിംഗ് ഫിംഗർ ആൻഡ് ഓപ്ഷൻ ഡി ലിറ്റിൽ ഫിംഗർ. നമ്മൾ സെമികോളൻ ടൈപ്പ് ചെയ്യാൻ ഏത് ഫിംഗർ യൂസ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് ഫിംഗർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കൈ വെപ്പിക്കുന്നത് ഏതാ? ASDF സെമികോളൻ LKJ. അപ്പൊ ഏതാണ് സെമികോളൻ വരുന്നത്? ലിറ്റിൽ ഫിംഗർ. റൈറ്റ്, ലിറ്റിൽ ഫിംഗർ അല്ലെ. ലിറ്റിൽ ഫിംഗർ ആണ് കോളന് സെമികോളൻ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? സിമ്പിൾ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു സെമികോളൻ. അപ്പൊ ഇപ്പൊ എന്താ ചോദിക്കുന്നത് നോക്കുക. നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം? കീസ് ഏതൊക്കെ വിരലാണ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യാൻ എന്ന് കൂടി അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Lever or key used for returning to the carriage right to a start new line അല്ലേ. എന്താണ്? കാരേജിനെ പൂർവ്വസ്ഥിതിയിലേക്ക്, അതിന്റെ തുടക്ക ഭാഗത്തിലേക്ക് എത്തിക്കുന്നു. എവിടെന്ന്? അടുത്ത ലൈൻ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാരേജിന് അപ്പം ഇങ്ങനെ നിൽക്കത്തില്ലേ, അതിന് പറയുന്ന പേരെന്താ? ആ ലിവറിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ കാരേജ് റിട്ടേൺ ലിവർ, ഓപ്ഷൻ ബി ലെഫ്റ്റ് കാരേജ് റിലീസ് ലിവർ, ഓപ്ഷൻ സി ലൈൻ സ്പേസിംഗ് ലിവർ ഓർ റെഗുലേറ്റർ, ദെൻ ഓപ്ഷൻ ഡി റൈറ്റ് കാരേജ് റിലീസ് ലിവർ. ഏതായിരിക്കും ഇവിടെ? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയ, ടൈപ്പ് റൈറ്റിംഗ് മെഷീന്റെ മുമ്പ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീന്റെ മുന്നിലാണ് ഇരിക്കുന്നത്, ചിന്തിക്കുക. സോ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? കാരേജ് നമ്മൾ എൻഡ് ആവുമ്പോഴത്തേക്കും ലെഫ്റ്റ് കൈ കൊണ്ട് ഒരു ലിവർ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പൊ എന്താണത്? കാരേജിനെ റിട്ടേൺ ചെയ്യുന്നു. എവിടത്തേക്ക്? പൂർവ്വസ്ഥിതിയിലേക്ക്. സോ നമ്മുടെ ഉത്തരം എന്തായിട്ട് വരും? ഓപ്ഷൻ എ ആയിട്ടുള്ള കാരേജ് റിട്ടേൺ ലിവർ ആണല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ കാരേജ് റിട്ടേൺ ലിവർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അബ്രിവേഷൻസ് യൂസ്ഡ് ഫോർ സൂപ്പറിൻറ്റൻഡന്റ് ആൻഡ് സൂപ്രണ്ടന്റ്. അത് ഒറ്റ വാക്കാട്ടോ. സൂപ്രണ്ടന്റ് ആൻഡ് എൻക്ലോഷർ ആൻഡ് സൂപ്രണ്ടന്റ്. ഇതിന് നമ്മൾ അബ്രിവേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഷോർട്ട് കട്ടിലായിരിക്കും എഴുതുന്നത്. നമ്മൾ ടൈപ്പ് റൈറ്റിംഗിന്റെ സെക്കൻഡ് പേപ്പർ പഠിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ലെറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ എന്താണ്, സോ മെനി ഷോർട്ട് കട്ട്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ NGL എന്നോ അങ്ങനെ ഓരോരോ ഷോർട്ട് കട്ട്സ് ഉണ്ടാവും. അതില് സൂപ്രണ്ടന്റിനും എൻക്ലോഷറിനും പറയുന്ന പേര് എന്താ, ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്സ് ഏതാന്നാ ചോദ്യം. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ STNEDNL, ഓപ്ഷൻ ബി SUPRNETZ. ETZ എന്താണ്? എറ്റ്സെറ്റേറ, എക്സെട്ര എന്ന് നമ്മൾ പറയുന്ന എറ്റ്സെറ്റേറയാണ്. ദെൻ ഓപ്ഷൻ സി SD and ESP,
ഓപ്ഷൻ ഡി SUPDT ആൻഡ് ENCL. അപ്പൊ ഇതിൽ ഉത്തരം ഏതായിരിക്കും? സൂപ്പറിൻറ്റൻഡന്റ് അല്ലെ, സൂപ്രണ്ടന്റ് ആൻഡ് എൻക്ലോഷർ. അപ്പൊ അതിന് ഏതായിരിക്കും? സൂപ്രണ്ടന്റ് ആൻഡ് എൻക്ലോഷറിനുള്ള ഉത്തരം ഏതാണെടാ? മീൻസ് ഉപയോഗിക്കുന്ന അബ്രിവേഷൻസ് ഏതാന്ന് ചോദിച്ചാൽ അത് SUPDT ആൻഡ് ENCL. എൻക്ലോഷർ ENCL ഓർക്കുക, എൻക്ലോഷർ അതിനാണ് ENCL എന്ന് കൊടുക്കുന്നത്, എൻക്ലോഷറിന്റെ. ദെൻ സൂപ്രണ്ടന്റ് അല്ലെ, SUPDT. സൂപ്രണ്ടന്റ് എന്താണ്? നമ്മുടെ ഇംഗ്ലീഷിൽ സ്പെൽ ചെക്കിനും ചോദിക്കാറുണ്ട് അല്ലെ. സൂപ്രണ്ടന്റ് കറക്റ്റ് സ്പെല്ലിംഗ് അല്ലെങ്കിൽ സ്പെൽ ചെക്കിന് ചോദിക്കുന്നതാണ് സൂപ്പറിൻറ്റൻഡന്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻസ് ക്യാൻ ബി ക്ലീൻഡ് ബൈ യൂസിങ്. നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് ക്ലീനിങ് വിഭാഗത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ടൈപ്പ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഏതൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഇവിടെ തന്നെ നോക്കി, ഒന്ന് സ്റ്റിഫ് ബ്രഷ് ഉപയോഗിക്കുന്നു, രണ്ട് ആൽക്കഹോൾ ഓർ WD-40 ഓയിൽ യൂസ് ചെയ്യുന്നു, ദെൻ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിക്കുന്നു, ലാസ്റ്റ് റെയിൻ ഓയിൽ. ഇതിൽ ഏതൊക്കെയാണ് ടൈപ്പ് റൈറ്റിംഗ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നോക്കൂ, ഇത് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതിന്റെ ആൻസർ നോക്കിയേ, ബോത്ത് 1 and 4 ക്യാൻ ബി യൂസ്ഡ്. 1 ഉം 4 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ദെൻ ഓപ്ഷൻ ബി നോക്കിയേ, 2 കാൺ ബി യൂസ്ഡ്. ഇങ്ങനെയാണ് തന്നെ, 2 ഉപയോഗിക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? ബാക്കി 1 ഉം 3 ഉം 4 ഉം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഓപ്ഷൻ സി നോക്കിയേ, 3 കാൺ ബി യൂസ്ഡ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ 3 ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ദെൻ ഓൾ ഓഫ് ദ എബോവ് ക്യാൻ ബി യൂസ്ഡ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഉത്തരം വരുന്നത്? നമ്മൾ സ്റ്റിഫ് ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്, ആൽക്കഹോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ റെയിൻ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉപയോഗിക്കാത്തത് ഏതാണ്? ഡിഷ് വാഷ് ഓയിലാണ്, ഡിഷ് വാഷ് ലിക്വിഡ് ആണ് അതിനകത്ത് ഉപയോഗിക്കാത്തത്. അല്ലെ, നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ടൈപ്പ് റൈറ്റിംഗ് കൊണ്ട് നനച്ച് കഴുകത്തില്ലല്ലോ. സോ നമ്മുടെ ഉത്തരം ഏതായിട്ട് വരുവടാ? സി അല്ലേ, 3 കാൺ ബി യൂസ്ഡ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the thin movable metal amps that are used to imprint makes on the പേപ്പർ. ഏതാണെടാ സ്മോൾ മൂവബിൾ ആംസ് ഏതെന്നാ ചോദിക്കുന്നത്? അതേതാണ്? ടൈപ്പ് ബാസ്ക്കറ്റ് ആണോ, ടൈപ്പ് ബാർ ആണോ, റോളർ ആണോ, ക്യാരേജ് ആണോ? എന്ത് സ്മോൾ ആംസ് ഏതാണ്? എപ്പോഴും നമ്മൾ ഒരു കീ ടൈപ്പ് ചെയ്യുമ്പോൾ ചെന്ന് ആ ഗൈഡ് പോയിന്റിലേക്ക് ചെന്ന് പ്രസ് ചെയ്യുന്നത് എന്തായിരിക്കും? അത് ടൈപ്പ് ബാർ ആയിരിക്കും അല്ലെ. ടൈപ്പ് ബാർസ് ആണ് അല്ലെ. ടൈപ്പ് ബാർസിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസ് ചെയ്യുമ്പോൾ ഒരു കീ വന്ന് ചെറിയ സ്മോൾ ആംബ് വന്നിട്ട് ഗൈഡ് പോയിന്റിലേക്ക് ചെന്ന് ടച്ച് ചെയ്യുന്നു, അങ്ങനെ ഇംപ്രഷൻ പതിയുന്നു. സോ സ്മോൾ ആംബ് പറയുന്നത് ഏതാണത്? ടൈപ്പ് ബാർ ആണ്. ടൈപ്പ് റൈറ്റിംഗ് എപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മാത്രം മതി. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ എന്താണ് ബേസിക് ആ ടൈപ്പ് റൈറ്റിംഗ് എന്താണെന്ന് നമ്മൾ നല്ലൊരു അവയർനെസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആ 10 out of 10 കിട്ടാവുന്ന ഒരു മേഖല കൂടെയാണ്. ദെൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് കൂടിയാണ്. കാരണം 10 മാർക്കാണ്. നമ്മൾ നല്ല വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന 10 മാർക്ക് കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കീ അറേഞ്ച്ഡ് ഇൻ എ ടൈപ്പ് റൈറ്റർ കീബോർഡ് ഈസ് ഇൻ ദി ഫോം ഓഫ്. എങ്ങനെയാണ് കീ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കീ അറേഞ്ച്മെന്റ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺലി യൂണിവേഴ്സൽ കീബോർഡ് എന്ന് പറയുന്ന ഏത് കീബോർഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ, WQERTY അല്ലെങ്കിൽ QWERTY, QWRETY, ദെൻ QWERTY. ഏതായിരിക്കും നമ്മൾ യൂണിവേഴ്സൽ കീബോർഡ്? ഏതാണത്? QWERTY കീബോർഡ് അല്ലെ. QWERTY കീബോർഡ് എന്താണ്? ഏറ്റവും മുകളിലത്തെ റോയെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. QWERTY ആയ QWERTY കീബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് റൈറ്റർ ദാറ്റ് ക്യാൻ പ്രിന്റ് കണ്ടന്റ് ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ് ഓർ ഫോണ്ട് അല്ലെ. ഡിഫറെന്റ് ലാംഗ്വേജസ് അല്ലെങ്കിൽ ഫോണ്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് റൈറ്റർ ഏതെന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ മൾട്ടി എലമെന്റ് ടൈപ്പ് റൈറ്റർ, ഓപ്ഷൻ ബി സിംഗിൾ എലമെന്റ് ടൈപ്പ് റൈറ്റർ, ഓപ്ഷൻ സി നോയ്സ്ലെസ് ടൈപ്പ് റൈറ്റർ ആൻഡ് ഓപ്ഷൻ ഡി സ്പെഷ്യൽ അറ്റാച്ച്ഡ് ടൈപ്പ് റൈറ്റർ. ഏതായിരിക്കും? സിംഗിൾ എലമെന്റ് ടൈപ്പ് റൈറ്റർ അല്ലെ. സിംഗിൾ എലമെന്റ് ടൈപ്പ് റൈറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓർക്കുക, ക്യാൻ പ്രിന്റ് കണ്ടന്റിന് ഡിഫറെന്റ് ലാംഗ്വേജ് ആൻഡ് ഫോൺസിൽ യൂസ് ചെയ്താൽ അതേതാണ്? സിംഗിൾ എലമെന്റ് ടൈപ്പ് റൈറ്റർ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാൻ ബിഹൈൻഡ് ദ ഇൻവെൻഷൻ ഓഫ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ മോഡൽ ടൈപ്പ് റൈറ്റർ അല്ലെ. സിമ്പിൾ ആയി ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ടൈപ്പ് റൈറ്റർ ഇൻവെന്റ് ചെയ്ത വ്യക്തി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ക്രിസ്റ്റഫർ ലാത്താം ഷോൾസ്, ഓപ്ഷൻ ബി ഹെൻറി ഫോർഡ്, ഓപ്ഷൻ സി ലൂഷ്യൻ സ്റ്റീഫൻ കാൻഡിൽ ആൻഡ് ഓപ്ഷൻ ഡി ഓൾഡർ MH. ആരായിരിക്കും ഇവിടെ നമ്മൾ ടൈപ്പ് റൈറ്റർ? നമ്മൾ തുടക്കം മുതൽ പഠിക്കുന്ന ഒരാളാണല്ലേ. ആരാണത്?
നമ്മുടെ ഷോൾസ് ആണ് അല്ലെ. ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്റേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. യൂണിവേഴ്സൽ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ക്രിസ്റ്റഫർ ലതാം ഷോൾസ് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ മോഡൽ ടൈപ്പ് റൈറ്റർ വാസ് മൗണ്ടഡ് ഓൺ എ. ഇവിടെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ടൈപ്പ് റൈറ്റർ ഏത് രീതിക്കാണ് ഇരിക്കുന്നത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ, അതിന്റെ അപ്പിയറൻസ് എങ്ങനെയെന്നുള്ളതാണ് ചോദിച്ചത്. നോക്കി, ഓപ്ഷൻ എ സീയിങ് മെഷീൻ ടൈപ്പ് മീൻസ് നമ്മുടെ തയ്യൽ മെഷീൻ പോലെയാണോ, ബി ടേബിൾ, ദെൻ സി സ്റ്റൂൾ ആൻഡ് ഡി ചെയർ. ഏത് മോഡലാണ് ഇരിക്കുന്നത് ചോദിച്ചാൽ അത് ഏത് ആദ്യത്തെ ടൈപ്പ് കൊമേഴ്ഷ്യൽ ടൈപ്പ് റൈറ്റിംഗ് മീൻസ് മെഷീൻ എങ്ങനെയായിട്ട് മൗണ്ട് ചെയ്തെന്ന് ചോദിച്ചാൽ അത് ആൻസർ ഓപ്ഷൻ എ സീയിങ് മെഷീൻ ആണ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ സീയിങ് മെഷീൻ ആണ് ആദ്യത്തെ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത്. ടൈപ്പ് റൈറ്റർ മൗണ്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് സീയിങ് മെഷീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കീ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ ടൈപ്പിസ്റ്റ് ടു ടൈപ്പ് സെക്കൻഡ് ക്യാരക്ടർ. അത് എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദ കീ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ ടൈപ്പിസ്റ്റ് ടു ടൈപ്പ് സെക്കൻഡ് ക്യാരക്ടർ. അതായത് നമ്മളെപ്പോഴും പഠിക്കാറുണ്ട്, ഒരു ടൈപ്പ് ബാറിൽ 2 കീസ് ഉണ്ട്. അപ്പൊ ആ രണ്ടാമത്തെ കീ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് കീ പ്രസ് ചെയ്യും? ഫോർ എക്സാമ്പിൾ ക്യാപ്സ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്ററാണ് വരുന്നത്. അപ്പൊ അതിന്റെ മേലൊരു ക്യാപിറ്റൽ ലെറ്റർ കൂടെ ഉണ്ട്, സ്മോൾ എ ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് കീ കൂടെ പ്രസ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് കീ ആണ്? ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ഷിഫ്റ്റ്, ഓപ്ഷൻ ബി ടാപ്പ് കീ, ഓപ്ഷൻ ബി സ്പേസ് ബാക്ക് സ്പേസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾട്ട് കീ. ഏത് കീ ആയിരിക്കും പ്രസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് കീ അല്ലെ. ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? സെക്കൻഡ് ക്യാരക്ടർ ടൈപ്പ് ചെയ്യുന്നതിലേക്കായിട്ട് സഹായിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ യൂസിങ് ഡാഷ് ദ സിലിണ്ടർ ക്യാൻ ബി റൊട്ടേറ്റഡ്. ഏത് ഉപയോഗിച്ച് നമുക്ക് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാം? ബൈ യൂസിങ് ഡാഷ് ദ സിലിണ്ടർ ക്യാൻ ബി റൊട്ടേറ്റഡ്. എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം? ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ഫീഡ് റോളർ, ഓപ്ഷൻ ബി പ്ലേറ്റ് ആൻഡ് നോബ്, ഓപ്ഷൻ സി റാച്ച് ആൻഡ് വീൽ ആൻഡ് ഓപ്ഷൻ ഡി എസ്കേപ്മെന്റ് വീൽ. 4 ഓപ്ഷൻസ് തന്നിട്ട് നമ്മൾ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോബ് അല്ലെങ്കിൽ ഏതോ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്? ഫീഡ് റോളർ എന്താ? പേപ്പർ ആണ്. അപ്പൊ പ്ലേറ്റ് ആൻഡ് നോബ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടൈപ്പ് റൈറ്ററിന്റെ എൻഡ് ഭാഗത്ത് അല്ലെ കാരേജിന്റെ വശങ്ങളിൽ കാണുന്ന പ്ലേറ്റ് ആൻഡ് നോബ്സ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? പ്ലേറ്റ് ആൻഡ് നോബ്സ് ഉപയോഗിച്ചിട്ടാണ് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൾക്രം വയർ ഈസ് ഓൾസോ നോൺ ആസ്. ഇത് PSC സ്ഥിരമായിട്ട് മീൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫൾക്രം വയർ അറിയപ്പെടുന്ന മറ്റു പേര് എന്താണെന്നല്ലേ? ഏതൊക്കെ നോക്കിയേ. ഡിറ്റ് ആൻഡ് റിലീസ്, ഡിറ്റ് ആൻഡ് റോളർ, സെഗ്മെന്റ് വയർ, ഡിറ്റ് ആൻഡ് വയർ. ഇത് ഏതാണ് അറിയപ്പെടുന്നത്? ഫൾക്രം വയറിന്റെ മറ്റൊരു പേര് എന്തെന്നാ ചോദ്യം. ഏതാണ് ഫൾക്രം വയറിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്? ഫൾക്രം വയറിന്റെ മറ്റൊരു പേര് സെഗ്മെന്റ് വയർ. സെഗ്മെന്റ് വയർ ആണ് ഫൾക്രം വയറിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. സെഗ്മെന്റ് വയർ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the paper which is suitable for taking carbon copies are. അല്ലെ, കാർബൺ കോപ്പീസ് എടുക്കാൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കും. നമുക്കിപ്പോൾ ഒരേ മാറ്റർ 2-3 വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഏത് ടൈപ്പ് പേപ്പർ യൂസ് ചെയ്യും? ഇപ്പോൾ കാർബൺ പേപ്പർ കൂടെ വെക്കും. മീൻസ് ഒരുപാട് തിക്നെസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അലൈൻമെന്റ് ഒക്കെ തെറ്റിപ്പോകും. അപ്പൊ ഏത് ടൈപ്പ് പേപ്പർ യൂസ് ചെയ്യുന്നതിനാണ് കാർബൺ കോപ്പീസ് കൂടെ വെച്ച് നമ്മൾ പ്രിന്റ് എടുക്കുന്നത്, മീൻസ് ടൈപ്പ് ചെയ്യുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ. ഓപ്ഷൻ എ മാനിഫോൾഡ് പേപ്പേഴ്സ്, ഓപ്ഷൻ ബി A4 സൈസ് പേപ്പേഴ്സ്, ഓപ്ഷൻ സി സ്റ്റെൻസിൽ പേപ്പേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. അപ്പൊ ഏത് പേപ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്? ഓർത്ത് നോക്കിയേ. മാനിഫോൾഡ് പേപ്പർ അല്ലെ, മാനിഫോൾഡ് പേപ്പർ യൂസ് ചെയ്യുന്നത്. കാരണം അതൊരു തിൻ പേപ്പർ ആണ്. കാർബൺ പേപ്പർ വെച്ചാലും എന്ത് ചെയ്യുക, ഒരുപാട് തിക്നെസ് വരത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് കോപ്പീസ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ കാർബൺ കോപ്പീസ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഏതെന്ന് ചോദിച്ചാൽ അതേത് നമ്മൾ എഴുതണം? മാനിഫോൾഡ് പേപ്പേഴ്സ് എഴുതണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ I in a typewriter. ഞാൻ പറഞ്ഞതല്ലേ കാര്യം എന്താ, നമുക്ക് ടൈപ്പ് റൈറ്റർ പഠിച്ചു എന്ന് പറഞ്ഞാൽ പോലെ അത് പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കൂടി തിരിച്ചറിയണം. സോ I ടൈപ്പ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിംഗർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഫിംഗർ ഒക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പൊ ഏത് ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് I ടൈപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ. റൈറ്റ് സ്മോൾ ഫിംഗർ, റൈറ്റ് റിംഗ് ഫിംഗർ, റൈറ്റ് മിഡിൽ ഫിംഗർ ആൻഡ് റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ. ഏത് ഫിംഗർ ഉപയോഗിച്ചിട്ടായിരിക്കും? ഫിംഗേഴ്സ് അറിയാമല്ലോ. അപ്പൊ നമ്മൾ ഏത് ഫിംഗർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത്? റൈറ്റ് മിഡിൽ ഫിംഗർ. റൈറ്റ് മിഡിൽ ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ? നടുക്കത്തെ വിരലല്ലേ, ലിറ്റിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ ആൻഡ് തമ്പ്. അപ്പൊ നമ്മൾ I ടൈപ്പ് ചെയ്യുന്നത് ഏത് ഫിംഗർ ആണെന്ന് ചോദിച്ചാൽ അത് മിഡിൽ ഫിംഗർ ആണ്.
ക്ലിയർ ആണല്ലോ? അത് റൈറ്റ് ഹാൻഡ് ആണ്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് ശ്രദ്ധിക്കുക. ഇത് പിന്നെ എല്ലാ റൈറ്റ് ആയതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല, ഓർത്ത് വെക്കുക. അപ്പൊ ഈ ആവുമ്പോഴെന്താവും, നമ്മുടെ ലെഫ്റ്റ് ആവും. സോ എപ്പോഴും മെമ്മറൈസ് ചെയ്യുക. കീബോർഡ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഓക്കെ ആയിരിക്കണം, എന്നാലേ ഈ ഫിംഗേഴ്സ് നമുക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With the help of dash, we can type letters at the end of the paper. ഒരു പേപ്പറിന്റെ അവസാന ഭാഗം വരെ നമ്മളെ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. അതെന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡാഷ് വി ക്യാൻ ടൈപ്പ് ലെറ്റേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി പേപ്പർ. പേപ്പറിന്റെ അവസാനം വരെ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ഫീഡ് റോൾ റിലീസ് ലിവർ, പേപ്പർ റിലീസ് ലിവർ, മാർജിൻ റിലീസ് ലിവർ, ദെൻ ഓവർഹെഡ് പേപ്പർ റോഡ്, പേപ്പർ ബെയിൽ റോഡ്. ഏതായിരിക്കുമടാ? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പി ഇങ്ങനെ മീതെ കാണുമല്ലോ, അതിങ്ങനെ പേപ്പറിനെ നമ്മൾ എന്ത് ഫ്ലട്ടർ ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അത് എന്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എൻഡ് വരെ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേതാണ്? ഓവർഹെഡ് പേപ്പർ ബെയിൽ റോഡാണ് നമ്മുടെ ആൻസർ അല്ലേ? ഓർക്കുക, പേപ്പറിന്റെ അവസാനം വരെ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഓവർഹെഡ് പേപ്പർ ബെയിൽ റോഡ്. ക്ലിയർ അല്ലേ? തെറ്റിപ്പോകരുത്. ഓവർഹെഡ് പേപ്പർ ബെയിൽ റോഡാണ്. പേപ്പറിന്റെ അവസാന ഭാഗം വരെയും നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് റൈറ്റിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഓവർഹെഡ് പേപ്പർ ബെയിൽ റോഡ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To type mathematical formula and chemical equations dash is used. ഇതും ഒരു ആവർത്തിതമായിട്ടുള്ള പലതവണ ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ടൈപ്പ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗം ഏതെന്നാണ്? ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ഡിക്റ്റന്റ് റിലീസ്, ഓപ്ഷൻ ബി മാർജിൻ റിലീസ്, ഓപ്ഷൻ സി വേരിയബിൾ ലൈൻ സ്പേസർ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലേ, വേരിയബിൾ ലൈൻ സ്പേസർ ആണ് അല്ലെ? വേരിയബിൾ ലൈൻ സ്പേസർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന. കാര്യം എന്താണ്? നമ്മളിപ്പോ കെമിക്കൽ ഫോർമുല എടുത്ത് H2O എടുത്തു. അപ്പൊ ഈ 2 എന്താണ്? ആ സ്ട്രൈറ്റ് ലൈനിൽ നിന്ന് ഒരു ലിറ്റിൽ ബിറ്റ് താഴോട്ട് വരണം. അത് വരണമെങ്കിൽ എന്ത് ചെയ്യും? ഈ വേരിയബിൾ ലൈൻ സ്പേസർ പ്രസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാം. മൂവ് ചെയ്തിട്ട് ഈ 2 ടൈപ്പ് ചെയ്യാം. ദെൻ അഗൈൻ നോർമലൈസ് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ നമ്മൾ എക്സ് സ്ക്വയർ ഇട്ടു. അപ്പൊ എന്താ? സൂപ്പർ സ്ക്രിപ്റ്റ്. നമുക്ക് അല്പം മുകളിലോട്ട് ടൈപ്പ് ചെയ്യണം. അതിന് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? വേരിയബിൾ ലൈൻ സ്പേസർ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിലേക്കായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? Next question. How many space should be left before a comma in a typewriter? നോക്കുക, ബിഫോർ അല്ലെ, ലെഫ്റ്റ് ബിഫോർ എ കോമ. കോമയ്ക്ക് മുന്നിൽ നമ്മൾ സ്പേസ് ഇടുമോ ഇല്ലയോ? നമ്മളൊരു കണ്ടന്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടൈപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമുക്ക് കോമയാണ് ടൈപ്പ് ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ സ്പേസ് ബാർ ടച്ച് ചെയ്യുമോ? എത്ര സ്പേസ്? അല്ലെങ്കിൽ ചെയ്യുമെങ്കിൽ അത് എത്ര സ്പേസ് ആണ്? നോ സ്പേസ്, ഹാഫ് സ്പേസ്, സിംഗിൾ സ്പേസ്, ഡബിൾ സ്പേസ്. ആൻസർ ഏതാടാ? നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോമയ്ക്ക് മുന്നിൽ സ്പേസ് ഇടത്തില്ല. നോ സ്പേസ് ആണ്. ബിഫോർ കോമയ്ക്ക് മുന്നേ എന്താണ്? നോ സ്പേസ് ആണ്. ക്ലിയർ അല്ലേ? ക്യാരേജ് റാക്ക് റെസ്റ്റ് ഓൺ ദി ടോപ്പ് ഓഫ്. ക്യാരേജ് റാക്ക് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? അതിന് വിശ്രമം ആവശ്യമല്ലേ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ? ആ ടൈപ്പ് ചെയ്യാത്ത സമയത്ത് അത് വിശ്രമിക്കുന്ന ഭാഗം അല്ലെങ്കിൽ സ്ഥലം എവിടെയാണ് എന്നുള്ളതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ബെഡോ വല്ല മറ്റേ മരത്തിന്റെ ചോട്ടിലൊക്കെ പോയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ക്യാരേജ് എവിടെയാ ചെന്നിരിക്കുന്നത്? ക്യാരേജ് റെസ്റ്റ് ചെയ്യുന്നത് ഏതിന്റെ പുറത്താണ്? സിലിണ്ടറിന്റെ ആണോ, മെയിൻ സ്പ്രിംഗ് ആണോ, എസ്കേപ്മെന്റ് വീലാണോ, പിനിയൻ വീലാണോ? ഏതിന്റെ പുറത്താണ് ക്യാരേജ് റെസ്റ്റ് ചെയ്യുന്നത്? ഏതിന്റെ പുറത്താണ്? ഓപ്ഷൻ ഡി ആണ്. പിനിയൻ വീലിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? ക്യാരേജ് റെസ്റ്റ് ചെയ്യുന്നത്. ക്യാരേജ് റാക്ക് റെസ്റ്റ് ഓൺ പിനിയൻ വീൽ അല്ലെ? ക്യാരേജ് റാക്ക് റെസ്റ്റ് ഓൺ ദ ടോപ്പ് ഓഫ് പിനിയൻ വീൽ. ഇത് പഠിച്ചു വെക്കുക. ക്യാരേജ് റാക്ക് റെസ്റ്റ് ചെയ്യുന്ന പ്ലേസ് എവിടെയെന്ന് ചോദിച്ചാൽ പിനിയൻ വീലിന്റെ മുകളിലാണ് ക്യാരേജ് റാക്ക് റെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The force of a mainspring is transmitted to the carriage by means of the dash. എങ്ങനെയാടാ? The force of the mainspring is transmitted to the carriage by means of. എങ്ങനെയാ ക്യാരേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? എന്തിന്റെ ഫോഴ്സ് കൊണ്ടാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ക്യാരേജ് റിട്ടേൺ, ഓപ്ഷൻ ബി ക്യാരേജ് റെയിൽ, ഓപ്ഷൻ സി റാറ്റ്സ് ആൻഡ് വീൽ ആൻഡ് ഓപ്ഷൻ ഡി ഡ്രോ കോഡ്. എന്ത് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ക്യാരേജ് റിട്ടേൺ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? എന്ത് ചെയ്യുമ്പോഴാണെടാ? ഡ്രോ കോഡ് അല്ലെ? ഡ്രോ കോഡിന്റെ പ്രഷർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാരേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓർക്കുക, അതാണ് വോൺ ഔട്ട് ഓഫ് ഡ്രോ കോഡാണ് എന്ത് ചെയ്ത് സ്റ്റഡൺ സ്റ്റോപ്പേജ് ഓഫ് ക്യാരേജ് എന്ന് പറയുന്നത്. സോ ഡ്രോ കോഡാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
to adjust the paper on the same line of typing for re-insertion work അല്ലെ. നമ്മളിപ്പോൾ ഒരു പേപ്പർ കഴിഞ്ഞു അടുത്ത പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതേ ലൈനിൽ തന്നെ നമുക്ക് പേപ്പർ സെറ്റ് ആയിട്ട് കിട്ടണം എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചാണ് നമ്മൾ അതേ ലൈൻ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് എ ഹാർഡ് ഹോൾഡർ, ഓപ്ഷൻ ബി ലൈൻ ഫൈൻഡർ, ഓപ്ഷൻ സി ലൈൻ സ്പേസ് ആൻഡ് ഓപ്ഷൻ ഡി ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് ലിവർ. ഇതിൽ ഏതായിരിക്കും? നമുക്ക് ഒരേ ലെവലിൽ ആ പേപ്പറിൽ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഒരു പേപ്പർ തീർക്കും, നെക്സ്റ്റ് അടുത്ത പേപ്പർ വരണം, അത് അതേ ലെവലിൽ തന്നെ കിട്ടണം എങ്കിൽ അത് ഏതാണടാ? നമ്മുടെ ലൈൻ ഫൈൻഡർ ആണ് അല്ലെ. ലൈൻ ഫൈൻഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? എല്ലാ പേജിലും യൂണിഫോമിലെ മാർജിൻ അവൈലബിൾ ആവുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലൈൻ ഫൈൻഡർ ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെ ഇന്നത്തെ സെക്ഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.